വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഹോർമൂസ് ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ഈ ഹോർമൂസ് യുദ്ധക്കളമായി മാറുന്നതിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഗ്യാസ് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇവിടെയുള്ള പല ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ട് തുടങ്ങി. അവർ പറയുന്നത് നമ്മുടെ മെസ്സിൽ ഇനി മുതൽ തൽക്കാലത്തേക്ക് ചായ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അതും നിങ്ങൾ വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ മേടിച്ച് കുടിക്കാവൂ. കാരണം നമ്മുടെ രാജ്യത്ത് ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഗ്യാസ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതിന്റെ ഒരു പ്രിക്കോഷൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ എനിക്ക് ഇന്നലെ അത് ഇട്ട് തന്നു. ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചു. ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ GCC രാജ്യങ്ങളിലേക്ക് ബോംബിടുന്നത് കൊണ്ടും ഇറാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടും. ഈ ഇറാൻ GCC രാജ്യങ്ങളിൽ ബോംബിടുന്ന ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളും. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ സമരം ചെയ്യുന്നത് ആർക്കാണ്? നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ. ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എടാ, ഗ്യാസ് കിട്ടാത്തത് ഇറാൻ ഇവന്മാരെ തലയ്ക്ക് ബോംബിടുന്നോണ്ടല്ലേ? നീ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഇറാനെയാ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് ആരാ തരാത്തത്? അത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയാ ഗ്യാസ് തരാത്തത്. നല്ല നല്ല ഒരു ഇക്വേഷനാ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അത് പറയണമെന്ന് തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കമ്മികളുടെയും സുഡാപ്പികളുടെയും എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിതമായ രാജ്യം നമ്മുടെ രാജ്യത്തിന് ഗ്യാസ് തരാമെന്ന് പറഞ്ഞ് ഒരു അൺഎക്സ്പെക്ടഡ് എൻട്രി നടത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞാൻ പോലും ഞെട്ടിപ്പോയി. നമ്മുടെ ഇയാളാ, കാനഡയുടെ പ്രധാനമന്ത്രി, ഞങ്ങൾ തരാം നിങ്ങൾക്ക് ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കാനഡയുടെ പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഷെടാ, ഇത് നമ്മൾ ഇവനുമായിട്ട് ഉടക്കാണ് എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. പണ്ട് മുതലേ ജസ്റ്റിൻ ട്രൂഡോയുടെ അച്ഛൻ എന്തോ പിയറി ട്രൂഡോയോ എന്തോ ഉള്ള സമയം പോലെ നമ്മൾ ഇയാളോട്ട് ഉടക്കാണല്ലോ. മാർക്ക് കാർണി വന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാള് തരാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഇത് സംഭവിക്കുന്നു. എണ്ണ ടാങ്കറുകൾ എത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. സൗദി അറേബ്യ ഹോർമൂസ് കടലിടുക്ക് വഴി നമ്മുടെ രാജ്യത്ത് എണ്ണ ടാങ്കറുകൾ എത്തിച്ചിരിക്കുന്നു. ദ ബെസ്റ്റ് ഡിപ്ലോമസി എവർ ഹാപ്പൻഡ് ഇൻ അവർ കൺട്രി എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും. കാരണം ഒരു യുദ്ധമുഖം നടക്കുകയാണ്. ആ യുദ്ധമുഖത്ത് നമ്മൾക്ക് വേണ്ടി ഇറാൻ എതിർക്കുന്ന സൗദി അറേബ്യയുടെ എണ്ണ ടാങ്കറുകൾ ഇറാൻ ആക്രമിക്കാതെ, ഇന്ത്യക്ക് വേണ്ടി ആക്രമിക്കാതെ നമുക്ക് അവർ ഗ്യാസ് അല്ലെങ്കിൽ എണ്ണ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതൊരു വലിയ ഡിപ്ലോമസിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കമ്മികൾക്കും സുഡാപ്പികൾക്കും അറിയാലോ, ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു ബഹളം വയ്ക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചൈനയിൽ നിന്ന് മേടിക്കൂ എന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ ചൈനയിൽ നിന്ന് മേടിക്കാൻ തയ്യാറാകുമോ ഗ്യാസ്? ഈ രണ്ട് കാര്യങ്ങൾക്ക് എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ വേണം. ഇന്ന് മുംബൈ തുറമുഖത്താണ് പരിമൾ, പുഷ്പ എന്ന് പറയുന്ന രണ്ട് കപ്പലുകൾ എത്തിയത്. ഇത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. ഇന്റർനാഷണൽ മീഡിയാസിൽ വലിയ തലക്കെട്ടാണ് ഈ വാർത്ത. ഇന്ന് രാവിലെ മുതൽ തന്നെ മലയാള മാധ്യമങ്ങളും ആ വാർത്ത ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്റർനാഷണൽ മീഡിയാസ് ഈ വാർത്ത തലക്കെട്ടാക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ കപ്പലുകൾ, അമേരിക്കയുടെ ടാങ്കറുകളെ ഇറാൻ ആക്രമിച്ചു, അതിലൊരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാം കപ്പലുകൾ തടഞ്ഞിടുമ്പോൾ, അതിനെ ആക്രമിക്കുമ്പോൾ, അതിനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവരൊക്കെ പോകാനും വരാനും കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ രണ്ട് ഷിപ്പുകള് ഈ 1.35 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് മുംബൈ തുറമുഖത്തെത്തി. അതായത് ഇറാൻ ഇന്ത്യക്കൊരു അനുമതി നൽകിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വാർത്ത. തലക്കെട്ട് തന്നെ അങ്ങനെയാണ് പല മാധ്യമങ്ങളുടെ. ഇറാൻ ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അത് മാത്രവുമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ബരാക്ചിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒരു പ്രധാന ആവശ്യവുമായിരുന്നു. കാരണം നമ്മുടെ ബരാക്ചിയുമായി നടത്തിയ ചർച്ചയിൽ ഒരു പ്രധാന ആവശ്യവുമായിരുന്നു. 38ഓളം ഷിപ്പുകളാണ് നമ്മുടെ അവിടെ കുടുങ്ങി കിടക്കുന്നത്. ഇന്ത്യയുടെ 38 കപ്പലുകൾ കുടുങ്ങി കിടക്കുന്നത്. ഈ കപ്പലുകളെല്ലാം ഫുൾ ലോഡഡ് ആണ്. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ ഷിപ്പുകൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രതിസന്ധി കുറച്ച് അയവ് വരും. അപ്പൊ ലോഡഡ് ആയിട്ടുള്ള ഈ ഷിപ്പുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുമ്പുള്ള പ്രധാനം. അതിനകത്ത് 1000-ന് മുകളിൽ നമ്മുടെ ജീവനക്കാരുണ്ട്, നമ്മുടെ ആളുകളുമുണ്ട്, ഇന്ത്യക്കാരുമുണ്ട്. അപ്പൊ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇറാൻ അതാണ് ഇപ്പോൾ ഒരു അനുമതി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഞങ്ങളുടെ പാത്ത ഉപയോഗിക്കാൻ, നിങ്ങളുടെ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ളത്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി ലോകത്തിന്റെ കൈയടി നേടുന്നത്. ഇത് ഒരു അസാധ്യമായ ഡിപ്ലോമസി തന്നെയാണെന്ന് പറയേണ്ടി വരും, നയതന്ത്ര നീക്കം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാന്റെ സൈനികർക്ക് ഇന്ത്യയിൽ അഭയമൊരുക്കുകയും
ഒരേ സമയം തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും അതായത് ഒരേ സമയം, അതായത് അതിൽ ചില ലേഖനങ്ങൾ തന്നെ നമ്മൾ ഈ അന്തർദേശീയ മാധ്യമങ്ങളിൽ നമ്മൾ ചില ലേഖനങ്ങൾ കണ്ടത്, അതിനകത്ത് തന്നെ അവർ പറയുന്നു ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് അറിയുന്നില്ല. കാരണം രണ്ട് ഭാഗത്തും സുഹൃത്തുക്കളാണ്, യുദ്ധം ചെയ്യുന്ന രണ്ട് ഭാഗത്തും. ഒരു ഭാഗത്ത് ഇസ്രായേൽ നിൽക്കുന്നു, മറുഭാഗത്ത് ഇറാൻ നിൽക്കുന്നു. ഇതിനിടയിൽ യുദ്ധത്തിന്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്ന രാജ്യങ്ങളും സുഹൃത്തുക്കളാണ്, മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസും സുഹൃത്തുക്കളാണ്. ഇവരെ എങ്ങനെയാണ് ഒരുപോലെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു നയതന്ത്ര വൈദഗ്ധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ ലോകത്ത് ഏത് രാജ്യമാണെങ്കിലും ഒരു പക്ഷം പിടിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ചില രാജ്യങ്ങളിൽ നിശബ്ദത പാലിക്കുമ്പോഴാണ് ഇന്ത്യ കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഭരണാധികാരികളുമായി നിരന്തരം ചർച്ച നടത്തുന്നു, ഒപ്പം തന്നെ ഇറാനുമായി ചർച്ച നടത്തുന്നു, ഇസ്രയേലുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ അമേരിക്ക ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുമായി ചർച്ച നടത്തി കൃത്യമായ ഒരു നയതന്ത്ര നീക്കം. ഇതിനെ നമുക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് നരേന്ദ്രമോദി തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും യുദ്ധം കൊടുമ്പിരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസൈൽ പായുന്ന ഒരു ഹോർമിസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ ഈ പാചകവാതകവും എണ്ണയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾക്ക് കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയ 2 ഷിപ്പുകൾ വരികയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ത്യ ഇന്നലെ തന്നെ ഒരു ഡിസിഷൻ എടുത്തിരുന്നു, ഇന്ത്യൻ നാവികസേന ഈ ഷിപ്പുകൾക്ക് അകമ്പടി പോകാനായിട്ട്. ഇതിപ്പോ നമുക്കിപ്പോ അകമ്പടി ഷിപ്പുകൾ ഈ നമ്മുടെ നാവികസേന അകമ്പടി പോകുമെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ തെറ്റിദ്ധാരണ വരും, നമ്മുടെ മറ്റേ വലിയ അകമ്പടി പോയിട്ട് ഇപ്പൊ അവിടെ ഇറാനെ ആക്രമിക്കാനാണ്. അതിനല്ല, ഈ ഷിപ്പുകൾക്ക്, കാരണം ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ധനുഷ്. അതാണ് ഇന്ത്യ മടിച്ച് നിന്നിട്ട് ഇങ്ങനെ നയതന്ത്ര നീക്കത്തിലൂടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം ഈ ഇറാൻ യുദ്ധത്തിന്റെ മറവില് ഇപ്പൊ കഴിഞ്ഞ ദിവസം അസർബൈജാനെതിരെ ഒരു ആക്രമണം നടന്നിരുന്നു. അതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ പോകുന്ന കപ്പലുകൾക്ക് നേരെ വ്യാജ ആക്രമണങ്ങളും ഉണ്ടാകാം, ഇവരെ കൂടെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ നമ്മുടെ ആളുകളും നമ്മുടെ എണ്ണയും മറ്റും സേഫായിട്ട് ഈ രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മികച്ച ഭരണാധികാരി ചെയ്യുന്ന കാര്യം. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ പക്ഷത്ത് പിടിക്കുകയോ ഇല്ലെങ്കിൽ ഒരു അടി നടക്കുന്നതിന്റെ ഇടയിൽ ചെന്ന് കയറി കൊടുക്കുകയോ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അത് ഒരു മണ്ടൻ ഭരണാധികാരി മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. വേറെ ആരും ലോകത്ത് ചെയ്യില്ല. നമ്മൾ കണ്ടതാണ്, ചൈനയും റഷ്യയും ഒക്കെ ഇന്ത്യയെക്കാളും വില മികച്ച രാജ്യങ്ങളാണല്ലോ. അവരാരും പോയി തലയിട്ടിട്ടില്ലല്ലോ ഇതിനകത്തിട്ട് ഞങ്ങളിപ്പോ തീർക്കും എന്ന്. 2014 മുമ്പ് എന്താ ഇന്ത്യ ഒന്നും മിണ്ടാത്തെന്ന് ആരും ചോദിച്ചിട്ടുമില്ല ഈ രാജ്യത്ത്. കാരണം 2014 മുമ്പ് അങ്ങനെ ആംബിയറുള്ള ഇന്ത്യ ഭരിച്ചിട്ടില്ല. ഇന്നിപ്പം നട്ടിലുള്ളൊരുത്തം വന്നപ്പോൾ ചോദിച്ചു മോദി എന്താ ഒന്നും പറയാത്തത്, മോദിക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നവന്റെ വന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു വലിയ റീസൺ, ഒരു വലിയ നയതന്ത്ര വിജയം എന്ന് തന്നെ പറയാം. അത് മാത്രവുമല്ല, ഇവിടെ ഒരു വലിയ കാര്യം, 45% എണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഈ റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇറക്കി തുടങ്ങിയത്. മുംബൈയിലും ഗുജറാത്തിലും പോർട്ടുകളിൽ റഷ്യയിൽ നിന്ന് ഇറക്കി തുടങ്ങി. സിംഗപ്പൂരിലേക്കും ചൈനയിലേക്കും പോകേണ്ട റഷ്യയുടെ എണ്ണ ടാങ്കറുകളെല്ലാം ഇന്ത്യയിലേക്ക് വിടുന്നത്. ഏതാണ്ട് ഒരു 30-40 ലക്ഷത്തോളം ബാരൽ ഇപ്പോൾ ഉടനെ ഇറക്കും, ദശലക്ഷത്തോളം ബാരൽ ഇപ്പോൾ ഉടനെ ഇറക്കുമെന്നാണ്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെയായിരുന്നു റഷ്യയുടെ എണ്ണ ടാങ്കർ. ഇവിടെ ഞാൻ എന്റെ ഒരു സംശയം പറയണം, എന്റെ മാത്രം ഒരു സംശയമാണ്, അതിനകത്ത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഈ യുദ്ധം നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റഷ്യ അവരുടെ കംപ്ലീറ്റ് ഡാർക്ക് ഫ്ലീറ്റുകളും ഷാഡോ ഫ്ലീറ്റുകളും അടക്കം എണ്ണ നിറച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നേരത്തെ കൊണ്ടിട്ടിരുന്നതല്ലേ എന്ന് ഞാൻ സംശയിച്ച തെറ്റ് പറയാൻ പറ്റൂ? യുദ്ധം നടക്കും, അപ്പൊ ഇന്ത്യക്ക് ആവശ്യം പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ ഇതേ മാർഗമുള്ളൂ. നിമിഷം കൊണ്ട് എത്തി, റഷ്യ എണ്ണ എത്തി തുടങ്ങി, ഷിപ്പുകൾ വന്നു തുടങ്ങി. ബംഗാൾ ഉൾക്കടലിലേക്ക് ചൈനയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഷിപ്പുകൾ പെട്ടെന്ന് അവിടെ നിൽക്കുന്നു, നേരെ ആസാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ റിഫൈനറിലേക്ക് ആ എണ്ണ പോകുന്നു. എന്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ലോഡ് എണ്ണ വന്ന് കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തും നിത്യയാണ്. അത് ഇന്ത്യ വാങ്ങുന്നു. ട്രംപ് പറയുന്നു, ഇത് ട്രംപും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പണി ആകാനും മതി. ട്രംപ് പറയുന്നത് പെട്ടെന്ന് വാങ്ങിക്കുക സാധനം എന്ന് പറയുന്നു. ആ ഫുൾ എണ്ണയും ഇന്ത്യ വാങ്ങി കൂട്ടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതായത് ഒരു ബാരൽ പോലും പുറത്തു കൊടുക്കുന്നില്ല, ഫുള്ള് വാങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം. ഇതിനിടയിൽ ഒരു വലിയ നീക്കം കൂടെ നടക്കുന്നുണ്ട്. അതാണ് കുറച്ചുകൂടി ശ്രദ്ധേയമായ ഒരു കാര്യം. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ നിർബന്ധിക്കുന്ന മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ചൈനയിൽ കുറെ ക്രൂഡ് ഓയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ 100 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ചൈനയിൽ കെട്ടിക്കിടക്കുന്നത്. 1-2 അല്ല, ഒരു ബൾക്കായിട്ടുള്ള ഒരു നിധി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ എണ്ണ വാങ്ങൽ കുറച്ചപ്പോഴേക്കും റഷ്യ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കൊടുത്ത് ചൈന ഈ റഷ്യയുടെ എണ്ണ വാരിക്കൂട്ടി. റഷ്യയുടെ എണ്ണ വാരിക്കൂട്ടിയപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? അവരുടെ പക്കലുള്ള ആ സ്റ്റോക്ക്, കാരണം അവിടെ യുദ്ധം വരികയാണ്, പിന്നെ ഇനി എണ്ണ കിട്ടാൻ സാധ്യതയൊന്നുമില്ല ഉടനെ ഒന്നും. അപ്പൊ അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഏതാണ്ട് 9.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും കൂടെ ചൈനയിലേക്ക് കയറ്റിവിട്ടു. ചൈനയെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ സംഭരണ ശേഷി കഴിഞ്ഞു.
അവർക്ക് സംഭരിക്കാവുന്നതിന്റെ മാക്സിമം ആയി. ഇനി ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ക്രൂഡ് ഓയിൽ അവർക്ക് ഇറക്കണമെങ്കിൽ, അവരുടെ പോർട്ടിലേക്ക് അത് അൺലോഡ് ചെയ്യണമെങ്കിൽ പോലും അവർക്ക് എന്തു വേണം? ഈ അവരുടെ ഈ സംഭരണശാലകൾ കാലിയാകണം, ഇല്ലെങ്കിൽ അത് കുറഞ്ഞു തുടങ്ങണം. അതിന് മാസങ്ങൾ എടുക്കും. അപ്പോൾ അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യം, ഇന്ത്യ ആ ക്രൂഡ് ഓയിൽ എടുക്കുക, എന്നിട്ട് അത് ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇന്ത്യ അത് എടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ചിലർ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ഇന്ത്യക്ക് അത് എടുത്തുകൊണ്ട് ലാഭമില്ല. ഇല്ലെങ്കിൽ ചൈന ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു 5 രൂപ 10 രൂപ കുറച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് ലാഭമുണ്ട്. അങ്ങനെ ചൈന കുറച്ച് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ഡൗട്ട്. ചൈന പറയുകയാണ് ഈ ഷിപ്പ് ഇവിടെ കിടക്കട്ടെ, 2-3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ പതുക്കെ ഇറക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ഷിപ്പുകൾ തീരുമാനം എടുത്ത് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ റഷ്യ പക്കൽ നിന്നും ഇന്ത്യ മറ്റൊരു വലിയ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ ഷിപ്പുകളും വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. 55% ഗ്യാസ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട്. അതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഈ ഷിപ്പുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടായാലും അവർ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പൊ ഏതായാലും ചൈനയുടെ പക്കൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ക്രൂഡ് ഓയിൽ വിലയെ പിടിച്ചു നിർത്താൻ കഴിയും. ലോകത്തിലെ ഒരു ഇന്ധന മേഖല ഒന്ന് ആ ക്രൈസിസ് ഒന്ന് റിലീസ് ചെയ്യാനും കഴിയും. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു നീക്കമാണ് നടത്തുന്നത്. അപ്പൊ ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരേ ഒരു പ്രശ്നം ഇതാണ്, ഈ മാർക്കറ്റ് വിലക്ക് ആ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് കാര്യമില്ല. മാർക്കറ്റ് വിലയേക്കാൾ താഴെ എടുത്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രോസസ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഏതായാലും റഷ്യ ലോകത്തുള്ള അവരുടെ കമ്പനികളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് വിട്ട എല്ലാ എണ്ണയും ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഇന്ത്യ വാങ്ങിക്കുക, ഇന്ത്യയെ കൊണ്ട് എണ്ണ വാങ്ങിപ്പിക്കുക എന്നുള്ളത്. പിന്നെ പുട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഡോളറിൽ തന്നെ ഇടപാട് നടക്കുകയും ചെയ്യും. പുള്ളിയുടെ കുറെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീരും. കാരണം ഇപ്പൊ യുദ്ധമൊക്കെ ചെയ്ത് നല്ല സാമ്പത്തികമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് വലിയ ഒരു ഇളവ് അതിൽ ഉണ്ടാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞത്, നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം ഒന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് റഷ്യയാണ്. കാരണം ഈ തകർന്നു നിൽക്കുന്നിടത്തു നിന്ന് അവർക്കൊരു വലിയ ഉയർപ്പ് അതിൽ കിട്ടുന്നുണ്ട്. മറ്റൊന്ന് സ്വാഭാവികമായിട്ട് അമേരിക്ക ഇതിന്റെ ഒരു പങ്കാളിയാണല്ലോ. അത് എവിടെ യുദ്ധം ഉണ്ടായാലും അതിൽ സാമ്പത്തിക ലാഭം ഇല്ലെങ്കിൽ അമേരിക്ക ആ പണിക്ക് ഇറങ്ങത്തില്ല. ദരിദ്രമായ ഏതെങ്കിലും രാജ്യങ്ങളെ അമേരിക്ക ആക്രമിച്ചത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ആൾ പോയില്ല. ഇനി അടുത്ത ഉന്നം വെക്കുന്ന ഉത്തര കൊറിയ ആണെങ്കിൽ പോലും ഉത്തര കൊറിയ ഞാനത് കാണുന്നില്ല, ഉത്തര കൊറിയ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി ചുമ്മാതെ ട്രംപിന് ഒരു പണിയും ഇല്ലാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉത്തര കൊറിയ എടുത്ത് തിരിയാനുള്ള സാധ്യതയുള്ളൂ. അതായത് പുള്ളി ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം. അതിനുള്ള സാധ്യത നിലവിലില്ല. കാരണം ഉത്തര കൊറിയ പിടിച്ചെടുത്തിട്ട് പ്രത്യേകിച്ചായിട്ടും ഒന്നും നേടാനില്ല. പിന്നെ ഉത്തര കൊറിയയുടെ ആയിട്ടുള്ള ഒരു വാർ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നുമില്ല. അത് ലോകത്തിന് മുഴുവൻ അവിടെ ഇരിക്കുന്ന ഒരു പ്രാന്തനായതുകൊണ്ട് പുള്ളി ഇപ്പം കുറഞ്ഞ പക്ഷം ഇറാൻ തിരിച്ചാക്രമിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെങ്കിലും പറയാം. ഉത്തര കൊറിയ തിരിച്ചാക്രമിക്കുന്ന ഏതൊക്കെ രാജ്യത്തേക്കാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പുള്ളിയുടെ കൈ ഇരിക്കുന്ന ഈ മാരകായുധങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ വാരി നിറക്കളയും. അപ്പം അതുകൊണ്ട് ലോകത്തിന് തന്നെ സർവനാശം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഉടനെ നടക്കുന്ന കേസൊന്നുമല്ല. ഇപ്പൊ ഏതായാലും ഇന്ത്യ അതിനകത്തൊരു വലിയ റോള് വഹിച്ചു. ഇന്ത്യയുടെ നയതന്ത്രം മികച്ച നയതന്ത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഒരിക്കൽ കൂടി അത് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ യുദ്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ്. വിശ്വാസത കൂടിയിരിക്കുന്നു. പിന്നെ എല്ലാവരുമായി മികച്ച ബന്ധം. ഈ നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അവിടുത്തെ പരമോന്നതമായ ബഹുമതി കിട്ടുമ്പോഴും ഇവിടെ പലരും കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളുടെ ഇന്നിപ്പോ ഇവരുടെ സങ്കടം എന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എങ്ങനെങ്കിലും ഇദ്ദേഹത്തെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു വകുപ്പില്ലല്ലോ എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. ഗ്യാസിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം ഗ്യാസ് നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതാണ്, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇത് രണ്ടും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ഇതിനകത്തൊരു വലിയ മനോവിഷമമുണ്ട്. ഇനിയിപ്പോ ഇറാന്റെ കപ്പലുകൾ വന്നതിനെ കുറിച്ച് ഇപ്പൊ മിക്കവാറും എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല. ഏതായാലും ഇതാണ് ഇപ്പോൾ. ഏതായാലും മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, പുതിയ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വ്യാജ വാർത്തകൾ നിങ്ങൾ വഞ്ചിതരാകരുത്, അതിനകത്ത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാസിന്റെ പാനിക് ആക്കുന്നുണ്ട് ഒരുപാട് പേര്. വെറുതെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് വലിയ രീതിയിൽ പാനിക് ആക്കുന്നുണ്ട്. ഗ്യാസ് കിട്ടില്ല, അതിനകത്ത് കുറെ ഇൻഡക്ഷൻ കുക്കിംഗ് സ്റ്റൗ വിൽക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത് വലിയ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ സ്റ്റൗ ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗകൾ, അപ്പൊ അതിന് വലിയ കച്ചവടം നടക്കും. ഇൻഡക്ഷൻ കുക്കറുകൾ വലിയ സൗകര്യം ഇപ്പൊ വലിയ കച്ചവടം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കച്ചവട താല്പര്യങ്ങളും ഈ കുത്തിത്തിരിപ്പിന്റെ പിന്നിലുണ്ട്. പിന്നെ സ്വാഭാവികമായി എപ്പോഴും കുത്തിത്തിരിപ്പ് നടത്തുന്ന ചിലരുമുണ്ട്. അപ്പൊ അതിന് വലിയ രീതിയിൽ വ്യാജ വാർത്തയാണ്. ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 2.5 ദിവസം
ആണ് നമുക്ക് ഒരു ഗ്യാസ് ബുക്ക് ചെയ്താൽ എടുക്കുന്ന മിനിമം ടൈം 2.5 ദിവസം. അതായത് ഏകദേശം ഒരു 25 ദിവസം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എടുക്കും എന്നാണ് സർക്കാർ പറയുന്നത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 ദിവസം എടുക്കും. പിന്നെ ഈ ഹോട്ടലുകൾക്കുള്ള പാചകവാതകം ഇപ്പോൾ തൽക്കാലത്തേക്ക് നൽകേണ്ട എന്താ, അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ധനുഷ്. ഈ വാണിജ്യ സിലിണ്ടർ ആണല്ലോ ഹോട്ടലുകളും മറ്റും ഉപയോഗിക്കുന്നത്. ഈ വാണിജ്യ സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സിലിണ്ടർ കരിഞ്ചന്തയിൽ വിറ്റുപോകും. നമുക്കറിയാം ഈ ഹോട്ടലുകാര് വാണിജ്യ സിലിണ്ടർ വെച്ച് മാത്രമല്ല ഈ കച്ചവടം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് ഗ്യാസിന് ഷോർട്ടേജ് വരുമ്പോൾ അവർ ഈ ഗാർഹിക ഗ്യാസ് വലിയ വില കൊടുത്തെടുക്കും. അങ്ങനെ വില കൊടുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. എക്സ്ട്രാ കുറ്റി കയ്യിലിരിക്കുകയാണെങ്കിൽ ആ എക്സ്ട്രാ കുറ്റി പെടുവിലക്ക് കൊടുത്തു കളയും. 3000 രൂപയ്ക്കോ 2500 രൂപയ്ക്കോ കൊടുത്തു കളയും. കാരണം ഒറ്റ 2500 രൂപ കിട്ടുന്നതല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഹോട്ടലുകാരന് ലാഭമാണ്. പക്ഷെ അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് വലിയ ഷോർട്ടേജ് ഉണ്ടാവും. പിന്നെ ഇതിന് ഉടനെ ബുക്ക് ചെയ്യും അടുത്ത കുറ്റിക്ക് വേണ്ടിയിട്ട്. ആ കുറ്റി ഉടനെ കിട്ടാനും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് ബുക്ക് ചെയ്യാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വാണിജ്യ സിലിണ്ടർ നൽകുന്നില്ല എന്ന് പറയുന്നത്. വാണിജ്യ സിലിണ്ടർ ഇല്ലാതെ ഈ ഹോട്ടൽ തുറക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായി തന്നെ ഹോട്ടൽ തുറന്ന ചോദ്യം വരും, നീ എവിടെ നിന്നെടുത്തിട്ട് ഗ്യാസ് ഉണ്ടാക്കിയെന്ന് ചോദിക്കത്തില്ലേ? പക്ഷെ ബാംഗ്ലൂരൊക്കെ ഇന്നലെ ഏതൊരു മലയാളിയുടെ ഹോട്ടൽ കാണിക്കുന്നുണ്ട്, വിറകി അടുപ്പിലേക്കൊക്കെ പോയി. കാരണം ഇത്തരം പ്രതിസന്ധികൾ ലോകത്ത് എല്ലായിടത്തും വരാം, എപ്പോഴും വരാം. കോവിഡ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി.വിയിൽ കണ്ട് രസിക്കുന്ന ഒരു സാധനം മാത്രമല്ല, അതിന്റെ കെടുതികൾ ഭയങ്കരമാണ്. ഇനിയിപ്പോ ഈ എണ്ണപ്പാടങ്ങളെല്ലാം കൂടി കത്തുക, ഇല്ലെങ്കിൽ അവിടെ മാരകമായ ഒരു അണുബോംബോ വല്ലതും വീഴുക എങ്കിൽ അതിന്റെ ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം നമ്മളെയും ബാധിക്കും. നമ്മളെന്നല്ല, വരും തലമുറയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ഒരു വലിയ വിജയം, വമ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ യുദ്ധത്തിൽ കേട്ട ഏറ്റവും ശുഭകരമായ വാർത്തയും ഇത് തന്നെയാണ്.